ചേട്ടാ, പെട്രോൾ ഡീസൽ വില ഇന്നും കൂടിയിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ശരിക്കും ബാധിക്കുമല്ലോ, ഞങ്ങൾക്ക് എന്തായാലും ബാധിക്കും. 2 രൂപ തന്നെ മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നം നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നതാ, കാരണം പെട്രോളിന് വില വർദ്ധിച്ച് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണം. പെട്രോൾ വില വർധനവ് മാത്രമല്ല, മറ്റു നിത്യോപയോഗ സാധനത്തിൻ്റെ വിലകളൊക്കെ നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കത് ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. പെട്രോൾ വില വർധനവ് മാത്രമല്ല, ബാക്കിയുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ എല്ലാവർക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏത് സാധാരണക്കാരെടുത്താലും വിലക്കയറ്റവും മൊത്തത്തിൽ നമ്മളിപ്പോൾ ചാർജ് കൂട്ടുകയാണെങ്കിൽ വിലയും കൂടും, എല്ലാം കൂടും. ഈ ഓട്ടോ മേഖലയിലും അല്ലെങ്കിൽ ബസ് മേഖലയിലും മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചാർജൊന്നും വർദ്ധിക്കാത്തത് ഇത്ര കാലത്തിന് ശേഷം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ഹോട്ടലിൽ കയറിയാൽ ചായക്ക് പല റേറ്റാണ്, 15, 18, 20 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇന്ധനവില എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില്ലറ പൈസ ആയിട്ട് കൂടുമ്പം അവർക്കൊരു പ്രശ്നമില്ല, ആളറിയില്ലോ ചില്ലറ പൈസ കൂടുമ്പോൾ. എന്തായാലും വലിയ പ്രശ്നം തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നന്നായി ബാധിക്കുന്നുണ്ട്. ഇപ്പം പറയുമ്പോൾ എന്താ പറയുക, ഒരു 50 പൈസ അല്ലേ, അല്ലെ 2 രൂപ അല്ലേ എന്നാ പറയുക. അപ്പം മൊത്തത്തിൽ നമ്മൾ ദിവസം അടിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ജനങ്ങൾ ഒരറ്റം തൊട്ടിട്ട് അറ്റം മൂട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പേടാണ്. അപ്പം ഇന്ധന വില മാത്രമല്ല, പൊതുവെ ഇപ്പോൾ പാലിനും എല്ലാത്തിനും ഇപ്പോൾ വില വർദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിൻ്റെ മെയിൻ കാരണമാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റാണ്, അതിനിപ്പോൾ 2900 12 കിലോന് അങ്ങനെ എന്താ വിൽക്കുന്നത്. അതൊന്നും വാങ്ങാനുള്ള വകുപ്പില്ല ഇപ്പം നമുക്ക്. ഏത് മേഖലയിലും ഇപ്പം ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, സിമെൻറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുക. പിന്നെ അതുപോലുള്ള വർക്കുകളും നടക്കില്ല. പിന്നെ ഈ മെഡിസിൻസ്, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റെല്ലാ സാധനങ്ങളെയും അതിനെ പ്രോആക്റ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ജീവിത നിലവാരം ബുദ്ധിമുട്ടാണ്. സാധനത്തിൻ്റെ വില കൂടും. ഇനി എന്തൊക്കെയാണ് സ്ഥിതി എന്ന് ആർക്കറിയാം. ഏറ്റവും നല്ല ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതാണ്, അല്ലേ നടക്കില്ല.